എന്തില്ലെങ്കിലും സ്വന്തം മുന്നണിയുടെ സഭാകക്ഷി നേതാവല്ലേ, അതുമല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ലേ പിണറായി വിജയൻ. ഇനി അതുമല്ല, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളല്ലേ. ഇങ്ങനെ വളരെ നൈസായി സ്വന്തം പക്ഷത്തെ MLA തന്നെ തകർത്ത് കളയുന്നത് കാണുമ്പോൾ പിണറായി വിജയന് വല്ലാതെ വിഷമിച്ച് കാണുമെന്നുറപ്പാണ്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം നാട്ടിക MLAയും CPI നേതാവുമായ ഗീതാ ഗോപി നിയമസഭയിൽ നടത്തിയ സബ്മിഷന് വലിയ രീതിയിൽ ഇപ്പോൾ അത് വാർത്തയാവുകയാണ്. അതായത് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ആ ഇടപെടൽ കാരണം നാട്ടിക MLA ഗീതാ ഗോപി പല നല്ല കാര്യങ്ങളും ഓർക്കുകയാണ്. തൻ്റെ മണ്ഡലത്തിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ ചില സംവിധാനങ്ങൾ ഒരുക്കി തന്നതും പുതിയ കെട്ടിടം നൽകിയതുമെല്ലാം രമേശ് ചെന്നിത്തലയായിരുന്നുവെന്നും അതിനുശേഷം ഒരു പുരോഗതി എന്നല്ല ഒരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് സഭയിൽ സമ്മതിക്കുകയാണ് ആ ഇടത് MLA. അതിനുശേഷം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ്റെ പേര് പറയാതെ തന്നെ നാട്ടിക മണ്ഡലത്തിലെ കഷ്ടതകൾ വരുത്തിവെച്ച മുഖ്യമന്ത്രിയെ തുറന്നു കാണിക്കുകയായിരുന്നു ഗീതാ ഗോപി MLA ചെയ്തത്. എന്നിട്ട് തൻ്റെ മുന്നണിക്കൊരു LDF കുത്തക മണ്ഡലമായ ഈ നാട്ടികയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതിൽ ഇടപെടണമെന്നും രമേശ് ചെന്നിത്തലയോട് അപേക്ഷിക്കുന്ന LDF MLAയെയാണ് നിയമസഭ കണ്ടത്. അതായത് നാട്ടിക മണ്ഡലത്തിൽപ്പെടുന്ന പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്ത് ഒരു ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ നൽകിയത് രമേശ് ചെന്നിത്തലയായിരുന്നു ഉമ്മൻചാണ്ടി ഭരണകാലത്ത്. അക്രമങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശം, സാമൂഹിക വിപത്തുകൾ വലിയ രീതിയിൽ വർദ്ധിച്ച 10 വർഷങ്ങൾ, അങ്ങനെയൊക്കെ കൊണ്ട് പെരിങ്ങോട്ടുകര എന്ന അന്തിക്കാട് സ്റ്റേഷൻ്റെ ഭാഗമായ ആ പ്രദേശത്ത് പോലീസ് സ്റ്റേഷൻ തന്നെ ഇപ്പോൾ നിർബന്ധമായിരിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷൻ വരാതെ അവിടുത്തെ അക്രമങ്ങൾ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് MLA തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 10 വർഷം മുൻപ് രമേശ് ചെന്നിത്തല ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ നൽകി സഹായിച്ചത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ MLA പറയുകയാണ് പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ആവശ്യമായി വന്നു എന്നുള്ളത്. ആ നിർബന്ധമായ സാഹചര്യത്തിൽ അതും തന്ന് സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോട് ഒരു ഇടത് MLA. അങ്ങനെ 10 വർഷം കൊണ്ട് പോലീസ് സ്റ്റേഷൻ അവിടെ നിർബന്ധമായതിന് കാരണം കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും താവളമായി ഈ കേരളം മാറി എന്നുള്ളത് കൊണ്ട് എന്നും MLA പറയുകയാണ്. യഥാർത്ഥത്തിൽ ചെന്നിത്തലയ്ക്ക് നൽകുന്ന ഈ അപേക്ഷ 10 വർഷക്കാലം ഭരിച്ച പിണറായി സർക്കാരും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലുണ്ടായിരുന്ന പിണറായി വിജയനും അമ്പേ പരാജയമായിരുന്നു എന്നുള്ളൊരു സമർത്ഥിക്കൽ കൂടിയാണ് ഗീതാ ഗോപി MLA നടത്തിയിരിക്കുന്നത്. അപ്പോൾ പാവം ജനങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷ നേതാക്കൾ വരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സർക്കാരായി UDF സർക്കാരും ഒരു ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയും മാറുന്നു എന്നുള്ളതാണ് ഇടത് MLA തന്നെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ശ്രീമതി ഗീതാ ഗോപി. സർ, നിയമനിർമ്മാണ സഭയുടെ ശ്രീകോവിലിൽ 3ാമത്തെ തവണയാണ് സാർ ഞാൻ ഈ നിയമസഭയിൽ എത്തുന്നത്. സാർ, ആ ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. സാർ, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാർ, അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സാർ, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. സാർ, ഒരു സബ്മിഷൻ അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രി ആകുമ്പോൾ പെരിങ്ങോട്ടുകരയിൽ ഒരു ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. സാർ, ഇവിടെ ഞാൻ പ്രകടമാക്കുന്നത് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ക്രമസമാധാനം നിലനിർത്തുക, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുക, അക്രമസക്തമായ കേസുകൾ കൂടി വരിക. അന്തിക്കാട് പോലുള്ള സ്റ്റേഷനിൽ പരിമിതമായ സ്ഥലമുള്ളൂ സാർ, സ്റ്റാഫുകളില്ല സാർ, മര്യാദയ്ക്ക് അവർക്ക് കേസുകൾ അന്വേഷിക്കാൻ ഒരു വാഹനമില്ല സാർ. ഞാനിത് ഇവിടെ അല്ലാതെ എവിടെ പറയാം സാർ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ പ്രദേശം പരിചയമാണ്, അവിടെ വന്നിട്ടുള്ളതാണ്. ഔട്ട് പോസ്റ്റ് നാട്ടുകാർ പണിത, അദ്ദേഹം അത് നാടിനെ സമർപ്പിച്ചതാണ്. എൻ്റെ ആവശ്യം 88 സെന്റ് ഭൂമി പെരിങ്ങോട്ടുകരയിലുണ്ട് സാർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി മാറ്റിത്തന്ന് അതിന് പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നാട്യ മണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ. അന്വേഷിക്കാൻ പോലീസ് കുറവ്, ഒരു വാഹനം മര്യാദയ്ക്കില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്, വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. അങ്ങൊന്ന് പരിശോധിക്കണം. SP വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഈ പോലീസ് സ്റ്റേഷൻ വരെ ML അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കാം സാർ. ഒരു ക്യാബിനറ്റ് ഡിസിഷൻ പെരിങ്ങോട്ട്
ഒരു പോലീസ് സ്റ്റേഷൻ വരണമെന്ന് അങ്ങ് ഈ സബ്മിഷനിലൂടെ ഒരു മറുപടി തന്നാൽ തീർച്ചയായിട്ടും അങ്ങയുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര ഉപമന്ത്രി മറുപടി പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണം. ജനകീയ സമിതിയും ജനകീയ ആവശ്യങ്ങൾ അവിടെ ഏറെ കൂടി വന്നിരിക്കുന്നു സാർ. കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു. ഒരു 3 പോലീസിനെങ്കിലും അന്തിക്കാട് സ്റ്റേഷനിൽ അഡീഷണൽ ആയിട്ട് ഇടുക സാർ. ഒരു വാഹനം നല്ലൊരു വാഹനം അങ്ങ് അവിടേക്ക് കൊടുക്കുക. ഒരു 10 ഒന്നല്ലെങ്കിൽ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ 10 വർഷം ഞാൻ ഈ സഭയിൽ ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല 3ാമത്തെ തവണയും ജനങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചേക്കല്ലേ സാർ. ആ ജനങ്ങളുടെ ആവശ്യം ഇവിടെ പറയുമ്പോൾ അത് അനുകൂലമായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എടുക്കുമെന്നുള്ള വിഷയമാണ് ഞാൻ ഈ സഭയിൽ ഉന്നയിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. 5 പഞ്ചായത്തുകളും 16 വില്ലേജുകളും ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി 1300-ൽ പരം ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോലീസ് ഈ കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സാർ, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈം കേസുകളുടെ എണ്ണം, സ്റ്റേഷൻ പരിധിയുടെ വിസ്തീർണം, ജനസംഖ്യ തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് നിരവധിയായ അപേക്ഷകൾ പുതിയ പോലീസ് സ്റ്റേഷന് വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കേസുകളുടെ എണ്ണം, ജനസാന്ദ്രത, വിസ്തൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ പോവുകയാണ്. എവിടെല്ലാമാണ് ആദ്യം പോലീസ് സ്റ്റേഷനുകൾ വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അത് അങ്ങ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ ഗീതാ ഗോപി പറഞ്ഞത് ശരിയാണ്. പെരിങ്ങോട്ടുകരയിൽ നമ്മൾ അന്ന് ഒരു ഔട്ട് പോസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ്, നാട്ടുകാർ നിർമ്മിച്ചു തന്നതാണ്, അതെല്ലാം വാസ്തവമാണ്. ഏതായാലും ഒരു കാര്യം ഞാനിപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനൊരു പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് ചെയ്യും.